വ്യൂ എന്ന് പറയണത് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെയാണ്. പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു ബിൽഡപ്പ് ടാപ്പായി ഡിമാൻഡ് ബിൽഡപ്പിനാ. അവിടെ മാർക്കറ്റ് അവിടെ നിന്ന് ഒന്ന് മേളിലോട്ട് പോവാൻ നോക്കി, പക്ഷെ മാർക്കറ്റിന് മേലോട്ട് ഒന്നും പറ്റിയില്ല. അവിടെ താഴത്തോട്ട് വന്ന് ഇപ്പൊ നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ നിന്ന് ഒരു ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് താഴത്തോട്ട് ഇവിടെ നിന്ന് ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വന്നിട്ട് റിജക്ഷൻ തരാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് ഒന്ന് മുട്ടാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഈ ലോയാണ്. പക്ഷെ നമ്മള് ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നണേ. 15 മിനിറ്റില് ഇത് കാണില്ലേ, സൈഡ് ആണല്ലേ ഇത് ബ്രേക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ വന്നിട്ട് താഴത്തോട്ട് ഇത് ബ്രേക്ക് ചെയ്യുന്നതാണ് എന്റെ വ്യൂ നിർത്താം. ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടേക്ക് വന്നു ബ്രേക്ക് ചെയ്ത് കണ്ട ഈ ലോ ബ്രേക്ക് ചെയ്ത് ഡിമാൻഡ് ഉള്ളപ്പോൾ ബ്രേക്ക് ചെയ്ത് കണ്ട. നമ്മളിപ്പോ നമുക്കിപ്പോ ഇവിടെ നിന്ന് താഴ്ന്നൊരു അറിയാം, പക്ഷെ നമുക്ക് എൻട്രി നമ്മൾ എൻട്രി എടുക്കാൻ പാടില്ല. നമ്മൾ മാർക്കറ്റ് ചേസ് ചെയ്യാണ്ടിരിക്കാം. എനിക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴ്ന്നൊരു അറിയാം, പക്ഷെ എന്റെ എൻട്രി ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇത് പോണോക്കി നമ്മളിത് വരച്ച അതിന്റെ ഒപ്പിന് പോകും കണ്ടാ. ഓട്ടെ ഓട്ടെ അതിന് പുറകെ വരും. നമ്മള് താഴത്തോട്ട് കാണിച്ച ട്രെയിൻ ആയിരുന്നു അത് എൻട്രി കിട്ടിയില്ല. നല്ലോണം പോയിന്റ് പോയി നോക്കിയേ. അതുകൊണ്ട് വ്യൂ കറക്റ്റ് ആയിരുന്നു. അത് പറഞ്ഞുകൊണ്ട് താഴത്തോട്ട് വന്നു. ഇപ്പൊ എന്തായാലും ഇതിലോട്ട് എൻട്രി നോക്കണം, മണ്ടത്തരമാണ്. നോക്കി പോണോക്കി ഇത് വരച്ചാ പോവും നമ്മള്. ഇവിടെ വരും വാ. എനിക്ക് അല്ലണ്ടാ ഇത് നമുക്ക് ടാർഗറ്റ് ട്രെയിൽ ചെയ്ത് കൊടുക്കായിരുന്നു. നമ്മൾ ടാർഗറ്റ് അടിക്കും, നമ്മളെടുത്ത് ട്രെയിൽ ചെയ്യും. ഇത് കിട്ടിയാനാ, ഇത് ട്രെയിൽ ചെയ്താൽ നല്ലോണം പോയിന്റ് കിട്ടിയാനാ. വന്നുണ്ട് 10 കൂട്ടിയേക്കാം, 10 വരും. നല്ല പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു ട്രെയിൽ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ. ട്രെയിൽ ചെയ്ത് കൊടുക്കണം. നൂറൊന്നും ചിലപ്പോൾ കിട്ടില്ല. നമ്മളിവിടെ വെച്ചിട്ട് ഇവിടേക്ക് ട്രെയിൽ ചെയ്ത് കൊടുക്കും. ഒഴിഞ്ഞ് ഇവിടെ അടിച്ചോ. എടുത്തത് നമ്മളിപ്പോ ഈ കാലിഫോം ഇവിടെ ട്രെയിൽ ചെയ്തായിരുന്നു. നല്ലോണം വീണേക്കനാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇവിടെ നിന്ന് വീഴും ഏകദേശം 150 പോയിന്റ് അടുത്ത് വീണു. നമ്മൾ എൻട്രി റെഡി വരാം, അല്ലെ നല്ല ലെങ്തായി പോകും വീഡിയോ. 100 അടിക്കോ നോക്കാം. കുറച്ചും കൂടി മതി. 10 മിനിറ്റ് കയറിയ 100 അടിക്കും. ചാട്. ശരി എന്നാ, ശരി. ഗൈസ് ഇതേ 100 പോയിന്റ് അടിക്കുന്ന കാണിക്കാൻ നിർത്ത്. 100 പോയിന്റ് അടിക്കാറായിട്ടാ. അടിച്ചില്ല, 100 പോയിന്റ് അടിച്ചില്ല. 98 വരെ വന്നോളൂ. 100 കാണാൻ ബാക്കിയില്ലേ ഗൈസ്? ഇപ്പൊ 100 അടിക്കും. ഇപ്പൊ 100 അടിക്കും. അടിക്കാനുള്ള നൂറടിച്ച് ഗൈസ്. ഈ ട്രെയിനില്ലേ നമ്മൾ ട്രെയിനിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ട്രെയിൻ എന്റെ കൂടുതലാണ്. നമ്മളിപ്പോ സ്റ്റോപ്പ് നമ്മൾ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒറ്റ നമ്മളിവിടെ എക്സിറ്റ് ആവും. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ഇപ്പൊ എക്സിറ്റ് ആയിരുന്നെങ്കിൽ ഇനി 100 കൊണ്ട് ചിലപ്പോൾ കിട്ടൂല. ഞാൻ മുമ്പ് എക്സിറ്റ് ആവും. എന്നാലും ഞാൻ ഇത് പറഞ്ഞ തന്നെയാണ്. ഇപ്പൊ ഇവിടെ 45 പോയിന്റ് എടുത്താൽ കിട്ടിയിരുന്നത്. ടാർഗറ്റിന് ഇവിടെ വരെ കൊണ്ടായിരുന്നു ഏകദേശം. സോ ഇതിന്റെ ആർക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റാതെ നമ്മള് കുറച്ച് പോയിന്റ് നമ്മൾ റിസ്ക് ചെയ്യാം. പോണേ ഇവിടെ ഒരു കാര്യമില്ല, കടിയിൽ വെക്കുക.
അപ്പൊ നമ്മൾ ഇതൊന്നും അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ 44 പോയിന്റ് ഇട്ടുണ്ടത് ചിലപ്പോ നമുക്കൊരു 34 പോയിന്റ് 35 പോയിന്റ് കിട്ടുള്ളൂ. ബട്ട് സംടൈംസ് മാർക്കറ്റ് നമ്മൾ ഇങ്ങനെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഇവിടെ ട്രെയിൽ ചെയ്ത് നടക്കുക, പിന്നെ മാർക്കറ്റ് പോകുമ്പോൾ ഇത്തിരി കയറ്റി വയ്ക്കുക അങ്ങനെ വെക്കുക. ഇപ്പൊ 105 പോയിന്റ് കയറി. അപ്പൊ നമ്മളിത് ഇവിടെ എടുത്ത് ഇനി ഇരിക്കാതിലായിട്ട് എടുത്ത് വെക്കുക. ഇതെടുത്ത് ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് ഓർത്തോ സ്റ്റോപ്പ് ലോസ് എടുത്ത് ഈ കാര്യം എഴുതി വെച്ചിട്ടാ. സ്റ്റോപ്പ് ലോസ് ഈ അടിയിലാണ്. ഇവിടെ അടിച്ചാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും, അല്ലെങ്കിൽ നമുക്ക് പിന്നെയും കിട്ടാൻ അത്രയും കിട്ടും. ഇനി മാർക്കറ്റ് ഇനി മേലോട്ട് വേണമെങ്കിൽ ഞാൻ ഈ സ്റ്റോപ്പ് ലോസ് എടുത്ത് ഇവിടെ അടിയുടെ മേളിൽ വയ്ക്കും. അങ്ങനെയാണ് ചെയ്യണത്. അത്ര കൺഫർമേഷൻ കിട്ടി മാത്രം മേലോട്ട് എടുക്കാം. ഹലോ ഗൈസ്, നമ്മള് ഇവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ നമ്മുടെ പ്രോപ്പർ സെറ്റപ്പിലുള്ള എൻട്രി അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ ലോ ബ്രേക്ക് ചെയ്താലാണ് ഇവിടെ എൻട്രി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തായിരുന്നു. നമ്മൾ എൻട്രി എടുത്തത് എത്ര നോക്കട്ടെ, 265.65 പോയിന്റ് സംതിങ് അത്ര എടുത്തേ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 8 പോയിന്റ് ആയിരുന്നു. നമ്മള് ഇവിടെ ട്രേഡ് എടുത്തിരുന്നേ. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയും വരാം. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് വന്നത് ഇതാണ്. അതായത് ഇട്ടു ഈ ലോയും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെന്തായാലും കോസ്റ്റ് കോഴ്സിലേക്ക് വെക്കാനാണെങ്കിൽ നമുക്ക് റിസ്ക് ട്രേഡ് ആണെങ്കിൽ നമ്മൾ ഒന്നും കളയാനുള്ള. ഏകദേശം ഇപ്പൊ 11 പോയിന്റ് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോ കൂടിയ പ്രീമിയം എടുത്തേക്കണേ, നല്ലോണം കൂടിയ പ്രീമിയം ലോട്ട് കുറച്ചെടുത്തേക്കണേ. ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് പഠിക്കും. സെക്കൻഡ് ടാർഗറ്റ് ഇതാണ്. 25 പോയിന്റ് ആയിട്ടാ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രെയിൽ ചെയ്യാൻ പോണു. ഇനി നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇതിൽ ഇതടിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടേക്ക് ട്രെയിൽ ചെയ്യണം. ഈ പോയിലേക്ക് ഈ ലോയിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ഏകദേശം എത്രയാണ് 172 ഞാൻ ട്രെയിൽ ചെയ്തേ. 10 പോയിന്റ് എടുത്ത് കിട്ടും. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് അടിച്ചല്ല കേട്ടോ. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് മാർക്കറ്റ് ഇത്തിരി മേലോട്ട് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇത് എനിക്ക് നല്ലോണം മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നണേ. ഹയർ ടൈം ഫ്രെയിമിൽ ഒന്ന് നോക്കട്ടെ. എനിക്ക് താഴത്തോട്ട് തന്നെയാണ് എൻ്റെ വ്യൂ എന്ന്. ഞാൻ ട്രെയിൽ എനിക്ക് കുറച്ച് പോയി കിട്ടിയൊരു കുഴപ്പമില്ല. അതിൽ ഞാൻ തൃപ്തനാണ്. നമ്മൾ പ്രതീക്ഷിച്ച ലീലോ ബ്രേക്ക് ചെയ്തില്ല. മാർക്കറ്റ് കറക്റ്റ് നമ്മുടെ ഈ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് എന്തായാലും ഇനി നാളെ കാണാം. എല്ലാ ദിവസവും ഞാൻ ഈ ട്രേഡ് അപ്ഡേറ്റ്സ് തരാം.